സിസ വിരമിക്കുമ്പോഴും ഈ ഏറ്റുമുട്ടലിനൊരു കുറവുമില്ല. ഇന്ന് സിസയോട് ഹാജരാകണമെന്ന് സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഉമേഷിലേക്ക് തന്നെ പോകാം. ഉമേഷ്, ഈ ഒരു ഏറ്റുമുട്ടൽ അത് അവസാനിക്കുന്നില്ല. ഗവർണറും അതോടൊപ്പം തന്നെ സർക്കാരും ഇപ്പോഴും രണ്ട് തട്ടിൽ തന്നെയാണ്. പക്ഷേ അതിൽ ഇത്തരം ഉദ്യോഗസ്ഥർ, അതായത് സിസയെ പോലുള്ള ഉദ്യോഗസ്ഥർ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു പശ്ചാത്തലമാണോ ഉള്ളത്? വളരെ ഒരുപക്ഷെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സിസ തോമസിനുടെ ഒരു അവസ്ഥ കുറച്ചുകൂടി ദയനീയാവസ്ഥയാണ്. കാരണം ഇന്ന് അവർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഇന്ന് ദീർഘകാലത്തെ സർവീസിന് ശേഷം ഒരുപക്ഷെ ഒരു സുപ്രധാന പോസ്റ്റിലെത്തി വിരമിക്കാനിരിക്കുന്ന ഒരാൾ ഇന്ന് തന്നെ സർക്കാർ വിളിച്ച ഒരു സർക്കാരിൻ്റെ മുന്നിൽ അച്ചടക്ക നടപടിക്ക് മുന്നോടിയായിട്ടുള്ള ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്ന ഒരു ദുർവിധിയാണ് അവർക്കുള്ളത്. അവർ ഒരു ഘട്ടത്തിൽ ഗവർണർ സർക്കാർ പോരിൻ്റെ ഭാഗമായി മുൻ KTU-VCക്ക് രാജിവെക്കേണ്ടി വന്നു. സ്ഥാനം നഷ്ടപ്പെട്ടു. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ആ നടപടി. തുടർന്ന് തൊട്ടടുത്ത് ഗവർണർ സ്വന്തം നിലയിലായിരുന്നു സിസ തോമസിനെ താൽക്കാലിക VC ആയിട്ട് നിയമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയിൽ പോവുകയും അതിന് സർക്കാരിന് അനുകൂലമായ വിധി അല്ലെങ്കിൽ ഗവർണറുടെ വാദം തള്ളുന്ന വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുകയും സിസ തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു. അതിനുശേഷം സിസ തോമസ് വീണ്ടും കോടതിയിൽ പോവുകയും തൻ്റെ വാദം കേൾക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ വാദം കേൾക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നാണ് ആ ദിവസം. ഇന്ന് അവർ വിരമിക്കുകയാണ്. ഒരുപക്ഷെ ദീർഘകാല അധ്യാപക ജീവിതത്തിൽ ഏറ്റവും ഒരു അധ്യാപക ജീവിതമാകട്ടെ സർവീസ് കാലഘട്ടമാകട്ടെ അവരുടെ ഏറ്റവും സുപ്രധാന അല്ലെങ്കിൽ ഏറ്റവും സമാധാനപരമായ ദിവസമാകേണ്ട ദിവസമാണിന്ന്. പക്ഷേ സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. ഗവർണറെ വിശ്വസിച്ച് താൽക്കാലിക VC പദം ഏറ്റെടുത്തു. എന്നാൽ സർക്കാരിൻ്റെ പദം സിസ തോമസിൻ്റെ നിയമനാധികാരി എന്ന് പറയുന്നത് സർക്കാരാണ്. സ്വാഭാവികമായി സർക്കാരിനോട് ആരായാതെ അല്ലെങ്കിൽ സ്വാഭാവികമായ നടപടിക്രമമാണ് മറ്റെന്തൊരു പോസ്റ്റ് ഒരു സർക്കാർ നിയമിച്ച ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിലും അതിൻ്റെ NOC വാങ്ങുക, ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC വാങ്ങുക എന്നുള്ള ഒരു ഉത്തരവ് അത് നിയമനം നൽകുമ്പോൾ തന്നെ നിയമനാധികാരിക്ക് ഒപ്പിട്ട് നൽകുന്നതാണ്. പക്ഷേ അത്തരം ഒരു NOC വാങ്ങാൻ പോലും തയ്യാറാകാതെ ഗവർണറുടെ ഉത്തരവ് പ്രകാരം താൽക്കാലിക VC സ്ഥാനം സിസ തോമസ് ഏറ്റെടുക്കുന്നു. അത് സർക്കാരിനെ ചൊടിപ്പിച്ചു. സ്വാഭാവികമായി ആ നിയമനം നൽകുന്ന സമയത്തെ ആ NOC വാങ്ങണമെന്നുള്ള നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചാണ് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അത് പക്ഷേ സിസ തോമസ് കോടതിയിൽ പോയെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാനായില്ല. കാരണം ഏത് സർക്കാർ ജീവനക്കാരനും നിയമിക്കപ്പെടുമ്പോൾ അത്തരമൊരു കരാർ വ്യവസ്ഥയിൽ തന്നെയാണ്, അത്തരമൊരു സർക്കാരുമായുള്ള ഒരു കരാറിൽ ഏർപ്പെട്ട് തന്നെയാണ് ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിസ തോമസ് മറുപടി നൽകണമെന്ന് കോടതിയും നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിരമിക്കുന്ന ഇന്നേ ദിവസം സർക്കാരിന് മുന്നിൽ നേരിട്ട് ഹാജരായി ഇപ്പോൾ ഒരു വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന് ഇതൊരു വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. കാരണം സർക്കാർ ഒരു ഘട്ടത്തിൽ സർക്കാർ ഗവർണർ പോരിൽ ഗവർണർ ഒരു ആയുധമാക്കിയത് സിസ തോമസിനെ ആയിരുന്നു. അതിൽ സിൻഡിക്കേറ്റ് അടക്കം സിസ തോമസിനെതിരെ രംഗത്ത് വന്നപ്പോഴും സിസ തോമസ് ഗവർണർക്കൊപ്പം നിന്ന് KTU സർവകലാശാല നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതിൽ ഒരു വിശദീകരണം ചോദിച്ച് നേരിട്ട് വിളിച്ചു വരുത്തി അതിലെ വിശദീകരണം ചോദിച്ച് ഒരു നടപടിയെടുക്കുക എന്നുള്ളത് സർക്കാർ ഒരു സ്വന്തം ഒരു വാശി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ദിവസം ഒരു വളരെ നിർണായകമായ ദിവസമാണ്. ആ ദിവസത്തിൽ തന്നെ അവർ സർക്കാരിൻ്റെ ഒരു അച്ചടക്ക നടപടിക്ക് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അഭിലാഷ്.